ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും പാവനനായ പരിശുദ്ധനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചു. നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ അതിവേഗം നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. വചനം പറയുന്നു, തനിക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. എബ്രായർ 9:27 28 തനിക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. നോക്കണം, ഒരു ദൂരെ നിന്ന് ഒരു ബസ്സിന്റെ ശബ്ദം കേട്ടു. നമ്മൾ കവലയിലെ ബസ് സ്റ്റോപ്പിലും തയ്യാറായി നമ്മുടെ ബാഗും നമ്മുടെ ഡ്രസ് നമ്മുടെ കയ്യിലുള്ള കൊടയും ഒക്കെ മടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് അടുത്തെത്തി കഴിഞ്ഞും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? കയറുവാൻ പാകത്തിന് തനിക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി, കാത്ത് ഇരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടല്ല, കാത്ത് ഇരുന്ന് ക്ഷീണിച്ച് അവിടെ ഇങ്ങനെ ചരിഞ്ഞ് തലയ്ക്ക് കൈയൊക്കെ കൊടുത്തും ഇരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല. അങ്ങനെ കാത്ത് ഇരുന്നിരുന്ന് ചരിഞ്ഞ് അവസാനം അവിടെ കിടക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല. അത് ഈ കാത്ത് ഇരുന്ന് കിടന്ന് ഉറങ്ങുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല. കിടന്നുറങ്ങുന്നവരെ ഒരിക്കലും കർത്താവ് വിളിച്ച് ഉണർത്തിക്കൊണ്ട് പോകുകയില്ല. മറിച്ച് ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തൻ്റെ പ്രിയന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രിയം ഏത് യാമത്തിൽ വന്നാലും പ്രിയന് വേണ്ടി വാതില് തുറന്നു കൊടുക്കുവാൻ പാകത്തിന്, അത് ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ മനസ്സ് ഉണർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തനിക്ക് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്ത് നിൽക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി, ഭക്തന്മാർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് താമസം വിന വേഗത്തിൽ വരും എന്ന് നാം അറിഞ്ഞുകൊള്ളുക. അതിൻ്റെ സകല ലക്ഷണങ്ങളും നമ്മൾ ഈ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രത്യാശയുടെ ഉറവിടമായ കർത്താവിനെ നാം വേഗത്തിൽ കാണും. നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കുവാൻ ഇടയായിത്തീരും. ഈ ശപിക്കപ്പെട്ട ലോകത്തിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അതൊന്നും ഒരിക്കലും നമുക്ക് സമാധാനം തരികയില്ല എന്നും നാം അറിഞ്ഞുകൊള്ളുക. ഇന്നത്തെ സന്ദേശത്തിനായിട്ട് 2 തിമോത്തിയോസ് 2:9 2 തിമോത്തി 2:9 ദൈവ വചനത്തിനോ ബന്ധനമില്ല. നോക്കണം, മനുഷ്യരെ ബന്ധിക്കുവാൻ വേണ്ടി കഴിയും, മനുഷ്യരെ തടയുവാൻ വേണ്ടി കഴിയും, സഭായോഗങ്ങളെ അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി കഴിയും, സഭയിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികളെ അടിച്ച് ഓടിക്കുവാൻ വേണ്ടി കഴിയും, സഭാ ഹോളുകൾ അടച്ചു പൂട്ടുവാൻ വേണ്ടി കഴിയും, ദൈവസഭകളെ നയിക്കുന്ന ദൈവദാസന്മാരെയും ജയിലഴികളിൽ അടയ്ക്കുവാൻ വേണ്ടി കഴിയും, ദൈവദാസന്മാരെ ഉപദ്രവിക്കുവാൻ വേണ്ടി കഴിയും, കൈകളും കാലുകളും തല്ലിയൊടിക്കുവാൻ വേണ്ടി കഴിയും, അവരെ വധിക്കുവാൻ, കൊന്നുകളയുവാൻ കഴിയും. പക്ഷേ ഒരു കാര്യം, ദൈവവചനത്തെ തൊടുവാൻ, ദൈവവചനത്തെ ബന്ധിക്കുവാൻ, ദൈവവചനത്തെ ജയിലിൽ അടയ്ക്കുവാൻ ഒരിക്കലും ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് നാം നന്നായി മനസ്സിലാക്കുക. എന്നെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി കഴിയും, എന്നെ ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി കഴിയും, ഒരുപക്ഷെ എൻ്റെ ശിരസ് ഛേദിക്കുവാൻ വേണ്ടി കഴിയും. പക്ഷേ ദൈവവചനത്തെ ആർക്കും തൊടുവാൻ കഴിയത്തില്ല. അത് സാമ്രാജ്യങ്ങളെ തകർത്തുകൊണ്ടും രാജാക്കന്മാരെ തകർത്തെറിഞ്ഞുകൊണ്ടും അത് സകല ഭൂഖണ്ഡങ്ങളെയും താണ്ടി ഭൂമിയുടെ അറ്റത്തോളം അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും സുവിശേഷം പ്രസംഗിക്കപ്പെടണം. അപ്പോൾ അവസാനം ഉണ്ടാകും. നോക്കണം, സുവിശേഷം ലോകം മുഴുവനും പ്രസംഗിക്കപ്പെടണം. എന്നാൽ ഇന്നും യേശു ക്രിസ്തുവിനെ അറിയാത്ത, കഴിഞ്ഞ ആഴ്ചയിലും ഞാനൊരു വ്യക്തിയെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യേശു ക്രിസ്തുവിനെ അറിയാമോ? അറിയത്തില്ല. ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കേട്ടിട്ടില്ല. പിന്നെ നമ്മൾ കൈയൊക്കെ വിരിച്ചു കാണിച്ചു ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിൻ്റെ രൂപം
അതുപോലെ ഞങ്ങൾ കാണിച്ചു. എന്നിട്ടും ആ മനുഷ്യനും അറിയാൻ കഴിയുന്നില്ല, അറിയത്തില്ല ഇതാരാണെന്ന്. പിന്നീട് ആ സഹോദരനോട് സുവിശേഷം പറയുവാൻ ഇടയായിത്തീർന്നു. ജബൽപൂരിൽ ആയിരുന്നപ്പോൾ ജിനോയ് പാസ്റ്ററുമൊത്തും ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് ജിയോഗ്രാഫിക്കൽ സെൻട്രൽ പോയിന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പോകുവാൻ ഇടയായിത്തീർന്നു. അവിടെ ഒരേ ഒരു കുടുംബം മാത്രമാണ് താമസിക്കുന്നത്, രാകേഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ. ഞങ്ങൾ ആ സഹോദരനോട് ചോദിച്ചു, യേശു ആരാണെന്ന് അറിയാമോ? അറിയത്തില്ല. ബൈബിൾ എന്താണെന്ന് അറിയാമോ? അറിയത്തില്ല. ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് താമസിക്കുന്ന രാകേഷ് എന്ന് പറയുന്ന ആ സഹോദരനും യേശുവിനെ അറിയത്തില്ല. ഞങ്ങൾ ആ സഹോദരനോടും യേശുവിനെ കുറിച്ച് പറയുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും യേശു ക്രിസ്തു ആരാണ് എന്നറിയാത്ത ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ന് ഈ ഭൂമിയിലുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇവരെല്ലാവരും സുവിശേഷം കേട്ട് വരണമെങ്കിൽ ഇനി എത്രായിരം വർഷം എടുക്കുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. ഞാൻ പലപ്പോഴും പല സന്ദേശങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു നിമിഷം മതി. കാരണം ഒരു രാജ്യം മുഴുവനും ഒരു രാജാവും പിശാചിനെയാണ്, സാത്താനെയാണ് സേവിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവരാ ആരും തന്നെ ഇല്ല. എല്ലാവരും ബാലിനെയാണ് സേവിക്കുന്നത്. എന്നാൽ ഒരു ദിവസം തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിയനായ ഏലിയാവും ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. അങ്ങനെ ഏലിയാവിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അയച്ചപ്പോൾ ഏലിയാവ് ആ മലയുടെ താഴ്വാരത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ബാലല്ല ദൈവം, ബാലല്ല ദൈവം, യഹോവ തന്നെ ദൈവം, യാഹുവേ, യഹോവ തന്നെ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞു. ദൈവപ്രവൃത്തി നടന്നു കഴിഞ്ഞപ്പോൾ രാജാവ് കവിണ്ണു വീണു. സകല ജനങ്ങളും കവിണ്ണു വീണിട്ട് അവർ പറയുകയാണ് യഹോവ തന്നെ ദൈവമെന്നും. അങ്ങനെയുള്ള ദൈവപ്രവൃത്തികൾ രാജ്യത്ത് വെളിപ്പെടുമ്പോൾ സകല രാജ്യങ്ങളും അറിയും. സകല മീഡിയകൾക്കും, ഇന്ന് മീഡിയകൾ എത്രത്തോളം മൂടി വെക്കുവാൻ ശ്രമിക്കുന്നുവോ, മൂടി വയ്ക്കുവാൻ കഴിയാതെ വണ്ണം, റിപ്പോർട്ട് ചെയ്യുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. തീ പോലെ സുവിശേഷം കത്തിപ്പടരുവാനിടയായിത്തീരും. കൊടുങ്കാറ്റുപോലെ ദൈവത്തിന്റെ സുവിശേഷം പാഞ്ഞു പോകുവാനിടയായിത്തീരും. വലിയ വലിയ മണക്കെട്ട് പൊട്ടി വെള്ളം പാഞ്ഞു വരുന്നത് പോലെ, ദൈവത്തിന്റെ വലിയ ജലപ്രവാഹം പോലെ ദൈവത്തിന്റെ സുവിശേഷം വ്യാപരിക്കുവാനിടയായിത്തീരും. അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു നിമിഷം മതി. നമ്മൾ നിന്നു കൊടുക്കുക, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ എന്നും നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളെയും ഒരു ഏലിയാവാക്കി തീർക്കുവാൻ, ദൈവമില്ലാത്തവരുടെ നടുവിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുവാൻ നമ്മളെയും ദൈവം ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെയും നാം വായിച്ചു, ദൈവവചനത്തിനും ബന്ധനമില്ല. പലരും ദൈവത്തിന്റെ വചനത്തെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി, എന്നേക്കുമായി ഇല്ലാതാക്കി കളയുവാൻ വേണ്ടി ശ്രമിച്ചു. വലിയ വലിയ ശക്തന്മാരായ രാജാക്കന്മാരുണ്ട്, സാമ്രാജ്യങ്ങളുണ്ട്, ചക്രവർത്തിമാരുണ്ട്. അങ്ങനെ അനേകര് ദൈവവചനത്തിന് വിരോധമായി വന്നിട്ടുണ്ട്. എന്നാൽ എന്താ സംഭവിച്ചത്? ദൈവവചനം ആദ്യമായിട്ട് നശിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നത് യിരെമ്യാവിന്റെ പുസ്തകത്തിലാണ്. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ 36 അധ്യായം 2 വാക്യം, ജെറമ്യ 36:2. യിരെമ്യാവിനോട് കർത്താവ് പറയുകയാണ്, നീ ഒരു പുസ്തകച്ചുരുൾ മേടിച്ച് ഞാൻ യോശിയാവിന്റെ കാലത്ത് നിന്നോട് സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയും ഇസ്രായേലിനെയും യഹൂദിയെയും സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് അരുളി ചെയ്ത വചനങ്ങളൊക്കെയും അതിൽ എഴുതുക. യിരെമ്യാവിനോട് പറയുകയാണ്, ദൈവവചനം നീ എന്ത് ചെയ്യണം? ഒരു പുസ്തകത്തിൽ എഴുതണമെന്ന് പറയുകയാണ്. അങ്ങനെ എഴുതുമ്പോൾ, ഇത് ജനങ്ങളുടെ കൈകളിലെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 3 വാക്യം, പക്ഷെ യഹൂദ ഗൃഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തരും താൻ താന്റെ ദുർമാർഗം വിട്ടുതിരിവാനും
ഞാൻ അവരുടെ അകൃത്യവും പാപവും ക്ഷമിപ്പാനും ഇടവരും. നോക്കണം, ദൈവവചനം ജനങ്ങളുടെ ഇടയിൽ എത്തുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ ജനങ്ങളിൽ എന്ത് നടക്കും? അവരുടെ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടും, അവരുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയും, ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാനിടയായിത്തീരും. 6-ാം വാക്യം, ആകയാൽ നീ ചെന്ന് എൻ്റെ വാമൊഴി കേട്ട് എഴുതിയ ചുരുളിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ യഹോവയുടെ ആലയത്തിൽ ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്കെ വായിക്കാം. അതത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദയും കേൾക്കെ നീ അത് വായിക്കണം. നോക്കണം, ദൈവത്തിൽ നിന്ന് വായ്മൊഴിയായി കേട്ട വചനങ്ങൾ ഇവിടെ യിരെമ്യാ പ്രവാചകൻ തുകൽ ചുരുളിൽ എഴുതി വയ്ക്കുകയാണ്. 7-ാം വാക്യം, പക്ഷെ അവർ യഹോവയുടെ മുമ്പിൽ വീണ് അപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തൻ താന്റെ ദുർമാർഗം വിട്ടുതിരിയും. യഹോവ ഈ ജനത്തിന് വിധിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലിയതല്ലോ. നോക്കണം, ദൈവവചനം ദൈവജനത്തിന്റെ കൈകളിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഒന്ന്, അവർ വായിക്കുമ്പോൾ മാനസാന്തരം ഉണ്ടാകും. ബൈബിളിൽ പല സന്ദർഭങ്ങളിലും ദൈവജനം ന്യായപ്രമാണം വായിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവവചനം വായിച്ചു കേട്ട് കഴിഞ്ഞപ്പോൾ അവർ അനുതപിക്കുവാനും വിലപിക്കുവാനും സങ്കടപ്പെടുവാനും നിലമ്പാട് വീണ് ദൈവസന്നിധിയിൽ കിടന്നുരുളുവാനും രട്ടും വെണ്ണീരിലും കിടന്ന് കരയുവാനും അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനും ഇടയായി തീർന്നു. എന്നാൽ മറ്റ് ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർ അവരുടെ അകൃത്യങ്ങൾ വിട്ടുതിരിയാതെ പാപത്തോട് പാപം കൂട്ടുന്നവരായി ഹൃദയം കാഠിന്യമുള്ളവരായി തീരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നോക്കണം, 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, ദൈവവചനം കേൾക്കുമ്പോൾ അവനിൽ മാനസാന്തരം നടക്കും, അനുതാപമുണ്ടാകും. 2, അവൻ ഹൃദയ കഠിന്യനായി ദൈവദ്വേഷിയായി കൂടുതൽ ദൈവത്തിന്റെ വിരോധിയായി കഠിനഹൃദയനായി തീരുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. എന്താ സംഭവിച്ചെന്നറിയാമോ? ആകയാൽ പക്ഷേ അവർ യഹോവയുടെ മുമ്പാകെ വീണ് അപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തൻ താന്റെ ദുർമാർഗം വിട്ടുതിരികയും യഹോവ ഈ ജനത്തിന് വിധിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലിയതല്ലോ. നോക്കണം, രാജാവ് ചുരുൾ എടുത്തുകൊണ്ട് വരുവാൻ യഹൂദിയെ അയച്ചു. അവൻ രായസക്കാരനായ എലീഷാമയുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്നു. യഹൂദി അത് രാജാവിനെയും രാജാവിന്റെ ചുറ്റും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു. രാജാവിനെയും യിരെമ്യാ പ്രവാചകനെ ദൈവം നൽകിയ ദൈവവചനം വായിച്ചു കേൾപ്പിക്കുവാനിടയായി തീർന്നു. എന്താണ് സംഭവിച്ചത്? രാജാവ് മാനസാന്തരപ്പെട്ടില്ല, രാജാവ് അനുതപിച്ചില്ല, രാജാവ് വസ്ത്രം കീറിയില്ല. മറിച്ച് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നും നമ്മളിവിടെ വായിക്കുന്നു. 22-ാം വാക്യം, 22 വേഴ്സ്. അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്തഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരന്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ ചുട്ടുകളയരുതേ എന്നും എൽനാഥാനും ദലായാവും ശമയ്യാവും രാജാവിനോട് അപേക്ഷിച്ചു. എങ്കിലും അവൻ അവരുടെ അപേക്ഷ കേട്ടില്ല. നോക്കണം, ആദ്യമായി ദൈവവചനം നശിപ്പിക്കുന്ന വ്യക്തിയാണ് യഹോയാക്കീം എന്ന് പറയുന്ന ഈ രാജാവ്. ദൈവവചനം കേട്ടപ്പോൾ താൻ കത്തി കൊണ്ടുവരുവാൻ കൽപ്പിക്കുകയാണ്. എന്നിട്ടും താൻ ആ ദൈവവചനം തുകൽ ചുരുളും കഷണം കഷണമായി കത്തി കൊണ്ട് വെട്ടിനുറുക്കി അത് നെരിപ്പോട്ടിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന നെരിപ്പോട്ടിലിട്ട് കത്തിച്ച് ചാരമാക്കുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് തൻ്റെ ഹൃദയത്തിൽ താൻ ചിന്തിച്ചു കാണും, എന്ത് ദൈവവചനം, ഏത് ദൈവം, എവിടെ നിന്നാണ് ഈ ദൈവത്തിന്റെ വചനം? ഇപ്പൊ ദൈവവചനമാണെന്ന് പോലും, മാനസാന്തരപ്പെടണമെന്ന് പോലും, അനുതപിക്കണമെന്ന് പോലും, പാപങ്ങൾ വിട്ടു മാറണമെന്ന് പോലും അത് മുഴുവനും വെട്ടി കഷണം കഷണമാക്കി
ആ തീക്കുണ്ടത്തിൽ നെരിപ്പോട്ടിനകത്ത് കത്തിച്ച് ചാരമാക്കി അത് കണ്ട് സന്തോഷിച്ചു. ഇയാൾ വിചാരിച്ചു ദൈവവചനം ഇതോടുകൂടെ അവസാനിക്കുമെന്നും എഴുത്തുകൾ ഇതോടുകൂടെ അവസാനിക്കുമെന്നും താൻ വിചാരിക്കുവാൻ ഇടയായിത്തീർന്നു. തൻ്റെ ഭൃത്യന്മാരിൽ പലരും ദൈവത്തെ ഭയപ്പെടുന്നവർ വിളിച്ചു പറഞ്ഞു, രാജാവേ, ഒരിക്കലും അരുതേയും, ഒരിക്കലും അങ്ങനെ ചെയ്യരുതേയും, കാരണം ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. പക്ഷെ അതൊന്നും കേൾക്കുവാൻ രാജാവിന് മനസ്സായില്ല. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? 28-ാം വാക്യം ചുരുളും ബാരൂക്ക് 27-ാം വാക്യം 27 ചുരുളും ബാരൂക്ക് യിരെമ്യാവിന്റെ വാമൊഴി പ്രകാരം എഴുതിയിരുന്ന വചനങ്ങളും രാജാവ് ചുട്ടുകളഞ്ഞ ശേഷം യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായത് എന്തെന്നാൽ, നീ മറ്റൊരു ചുരുൾ മേടിച്ച് യഹൂദ രാജാവായ യഹോയാക്കീം ചുട്ടുകളഞ്ഞ മുമ്പിലത്തെ ചുരുളിലുണ്ടായിരുന്ന വചനങ്ങളൊക്കെയും അതിലെഴുതുക. എന്നിട്ട് അവസാനം ഈ 32-ാം വാക്യം മുഴുവൻ വചനങ്ങൾ വായിക്കുവാൻ സമയമില്ല, എല്ലാവരും ഇരുന്ന് വായിക്കണം, എന്നിത് ധ്യാനിക്കണം. അവസാനം 32-ാം വാക്യം, അങ്ങനെ യിരെമ്യാവ് മറ്റൊരു ചുരുളെടുത്ത് നേര്യാവിന്റെ മകൻ ബാരൂക്ക് എന്ന എഴുത്തുകാരന്റെ കയ്യിൽ കൊടുത്തു. അവൻ യഹൂദ രാജാവായ യഹോയാക്കീം തീയിട്ട് ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും യിരെമ്യാവിന്റെ വാമൊഴി പ്രകാരം അതിലെഴുതി. അതുപോലെയുള്ള ഏറിയ വചനങ്ങളും ചേർത്തെഴുതുവാൻ സംഗതി വന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തെ നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. അന്ന് ഈ യഹോയാക്കീം എന്ന് പറയുന്ന രാജാവ് കത്തി കൊണ്ട് വെട്ടി നുറുക്കി കഷണങ്ങളാക്കി നെരിപ്പൂട്ടിലിട്ട് കത്തിച്ച് ചാരമാക്കിയപ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എന്നേക്കുമായി ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുമായിരുന്നു. ഇന്ന് നമ്മളുടെ കൈകളിൽ ഇരിക്കുന്ന യിരെമ്യാ പ്രവചനം നമുക്ക് ലഭ്യമാകുമായിരുന്നില്ല. എന്നാൽ അത് നശിപ്പിച്ചപ്പോൾ ദൈവം പറയുകയാണ്, നീ വീണ്ടും എഴുതുക. മനുഷ്യന് മറവി ഉണ്ടാക്കും, മനുഷ്യന് വീണ്ടും എഴുതുവാൻ അതുപോലെ എഴുതുവാൻ സാധിക്കത്തില്ല. എന്നാൽ വചനങ്ങൾ നൽകുന്ന സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവത്തിനും താൻ പറയുന്ന വചനങ്ങൾക്കൊന്നും ഒരു മറവുമില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഏറിയ വചനങ്ങളും 32-ാം വാക്യത്തിന്റെ അവസാനം എഴുതിയിരിക്കുന്നു, ഏറിയ വചനങ്ങളും ചേർത്ത് എഴുതുവാൻ. എന്ന് പറഞ്ഞാൽ ഈ രാജാവിന് വരുന്ന ന്യായവിധിയും കൂടെ അങ്ങോട്ട് എഴുതി കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ രാജാവിന് വരുന്ന ദാരുണമായ അന്ത്യം, അവസാനം രാജ്യം പിടിക്കപ്പെടുകയും ശത്രുക്കൾ ഇദ്ദേഹത്തെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകുകയും തൻ്റെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിക്കുന്ന കാഴ്ച പിന്നീട് നമുക്ക് വായിക്കുവാൻ വേണ്ടി കഴിയുന്നു. പ്രിയപ്പെട്ടവരെയും, ആദ്യമായി ദൈവത്തിന്റെ വചനം നശിപ്പിക്കുവാൻ ശ്രമിച്ചത് യിരെമ്യാവിന്റെ പ്രവചനമാണ്. എന്നാൽ ഇന്നും ആയിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ, മില്യൺസ് ഓഫ് പീപ്പിൾ ഇന്നും എന്ത് ചെയ്യുന്നു? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ അതിനകത്തൂടെ കാണുവാൻ ഇടയായിത്തീരുന്നു. അടുത്തതായിട്ട് ദൈവത്തിന്റെ വചനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച മറ്റൊരു രാജാവാണ് BC 167 ജീവിച്ചിരുന്ന സിറിയയിലെ രാജാവായ അന്ത്യോക്യസ് എപ്പിഫാനോസ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം യെരൂശലേമിനെ പിടിച്ചടക്കി, യഹൂദന്മാരെ അടിമകളാക്കി, യഹൂദന്മാരെ അതിക്രൂരമായി പീഡിപ്പിച്ചു. ബൈബിളിന്റെ, അതായത് പഴയ നിയമ ബൈബിളിന്റെ ഒരു കോപ്പി പോലും ശേഷിക്കരുതെന്നും പ്രഖ്യാപിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അദ്ദേഹം ചെയ്തു. അനേകരെ തങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന പുരോഹിതന്മാർ അവരുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുകയും അതെല്ലാം നശിപ്പിക്കുവാൻ ഇവിടെയായി തീർന്നു. എന്താ സംഭവിച്ചത്? പേർഷ്യയുമായിട്ടുണ്ടായ ഒരു യുദ്ധത്തിൽ താൻ തേരിൽ നിന്ന് താഴെ വീഴുകയും പിന്നീട് താൻ മുറിവേറ്റും അവസാനം ഇരയായി മരിച്ച് പുഴുത്തു നാറിച്ചാകുന്നതായിട്ടാണ് ചരിത്രം ഈ അന്ത്യോക്യസ് എപ്പിഫാനോസ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. അതിനുശേഷമായിട്ട് AD 305 വളരെ വലിയ കഠിനമായ ഒരു ബൈബിൾ വേട്ട നടക്കുവാനിടയായി തീർന്നു. അതിക്രൂരനായ റോമൻ ചക്രവർത്തി, അദ്ദേഹം ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി തൻ്റെ കോപം മൂത്ത്, തൻ്റെ ക്രോധം ശമിപ്പിക്കാൻ കഴിയാതെ വണ്ണം ബൈബിളിന്റെ ഒരു കോപ്പി പോലും ഈ ഭൂമിയുടെ പരത്തിൽ കാണാൻ പാടില്ല എന്നും പ്രഖ്യാപനം നടക്കുകയും ആരുടെയെങ്കിലും കൈവശം അത് കണ്ടാൽ
അവൻ പിന്നെ ജീവനോടെ, അവന്റെ കുടുംബം പിന്നെ ജീവനോടെ ഈ ഭൂമിയിൽ കാണത്തില്ല. അതിക്രൂരമായ പീഡയിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് എല്ലാവരും അവരുടെ ബൈബിൾ എന്ത് ചെയ്യണം? ബൈബിൾ കൊണ്ടുവന്നും ആ, ആ, ബൈബിൾ കൊണ്ടുവരുവാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ സകല ബൈബിളും കൊണ്ടുവരപ്പെടുകയും അതൊന്നിച്ച് കൂട്ടിയിട്ട് തീയിട്ടും ചാരമായി ആ ചാരത്തിൽ താൻ കൊടി നാട്ടിയിട്ട് അട്ടഹസിക്കുവാൻ, സന്തോഷിക്കുവാൻ, എന്നേക്കുമായി ദൈവവചനം നശിപ്പിക്കപ്പെട്ടും ക്രിസ്തുമാർഗം എന്നേക്കുമായി അവസാനിച്ചു എന്നും അദ്ദേഹം അദ്ദേഹം സന്തോഷിച്ചു. അങ്ങനെ വലിയൊരു ബൈബിൾ വേട്ട നടന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? വെറും 10 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന കുസ്തന്തോനസ് എന്ന് പറയുന്ന ആ ചക്രവർത്തി ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിന്റെ ഫലമായി താൻ ക്രിസ്ത്യാനിയായി തീരുകയും, താനും അതിക്രൂരനായിരുന്നു, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ ഒട്ടും പിറകിലായിരുന്നില്ല. പക്ഷെ താൻ ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിന്റെ ഫലമായി താൻ ക്രിസ്ത്യാനിയായി തീരുകയും, അങ്ങനെ താനൊരു വിളംബരം പ്രഖ്യാപിച്ചു. തൻ്റെ രാജ്യത്തെവിടെയും ബൈബിളില്ല. അദ്ദേഹം വിളംബരം പ്രഖ്യാപിച്ചു, ഏതെങ്കിലും ഒരു ബൈബിളിന്റെ കോപ്പി കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഇനാം പ്രഖ്യാപിച്ചു. എന്നാൽ കൊണ്ടുവരപ്പെട്ടപ്പോൾ ഒരു കോപ്പിയല്ല, 51 കോപ്പികൾ, ബൈബിളിന്റെ നശിപ്പിക്കപ്പെടാത്ത 51 കോപ്പികൾ ലഭിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിൾ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ നശിച്ചു പോകുന്നതല്ലാതെ ബൈബിൾ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. ആ കാലഘട്ടത്തിലാണ് ഒരു പറ്റം യഹൂദന്മാരും ബൈബിളിന്റെ ശേഖരം കുമ്രാൻ എന്ന് പറയുന്ന മലമുകളിൽ, അതായത് ചാവുകടലിന്റെ മുകളിലുള്ള, ഒരിക്കലും ആരും കടന്നു ചെല്ലാത്ത കുമ്രാൻ എന്ന് പറയുന്ന മലകളിൽ, അതിന്റെ ഗുഹകളിൽ 11 ഗുഹകളിലായി ദൈവത്തിന്റെ വചനം ഒളിപ്പിച്ചു വയ്ക്കുവാനിടയായി തീർന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? ആ യഹൂദന്മാർക്ക് പോയിട്ട് ആ ബൈബിൾ, ദൈവത്തിന്റെ വചനം പിന്നീട് അത് എടുത്തു കൊണ്ടുവരുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവര് മരിച്ചു, അവരുടെ തലമുറകൾ മരിച്ചു. ആ ബൈബിൾ അവിടെ വച്ചിരിക്കുന്ന കാര്യം അവരും മറന്നു, അവരുടെ തലമുറകളും മറന്നു. അത് ആ വിവരങ്ങൾ ആർക്കും ലഭിക്കാതെ പോയി. എന്നാൽ 1948 ഗവേഷകരും ഈ ഡെഡ് സീയുടെ മുകളിലുള്ള മലകൾ പരിശോധിക്കുമ്പോൾ, ആർക്കിയോളജിസ്റ്റ് മലകൾ പരിശോധിക്കുമ്പോൾ ഈ ഗുഹകൾ കണ്ടെത്തുകയും ആ ഗുഹകളിൽ നിന്നും ഈ ബൈബിൾ ശേഖരം കണ്ടെത്തുകയും ചെയ്തു. അതാണ് ഡെഡ് സീ സ്ക്രോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നതും. അന്ന് നോക്കണം, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ലഭിച്ച ഈ ദൈവത്തിന്റെ വചനവും മുമ്പുണ്ടായിരുന്ന ദൈവത്തിന്റെ വചനവും തമ്മിൽ വെച്ച് താരതമ്യം ചെയ്തപ്പോൾ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കുന്നു. നോക്കണം, ബൈബിൾ തിരുത്തി ഗ്രന്ഥമാണെന്നൊക്കെ പറഞ്ഞും ഭോഷത്വം പറയുന്ന, ഭോഷ്ക്ക് വിളിച്ചു പറയുന്ന, പച്ച കള്ളത്തരം വിളിച്ചു പറയുന്ന ഇസ്ലാമിക പ്രചാരകന്മാരും മറ്റ് എത്തിയസ്റ്റുകളുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം, നോക്കണം, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്നും അത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലും വത്തിക്കാനിലുമൊക്കെ ഈ ഡെഡ് സ്ക്രോൾസും അതുപോലെ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. നശിച്ചു പോകാതെ വണ്ണം അതവർ പ്രിസർവ് ചെയ്തിരിക്കുന്നു എന്നുള്ള സന്തോഷം അറിയിക്കുകയാണ്. പിന്നീടായിട്ട് 18ാം സെഞ്ചുറിയിലും ഒരു ചരിത്രകാരൻ പിറക്കുവാനിടയായി തീർന്നു. അദ്ദേഹം ലോകത്തെ മുഴുവനും സ്വാധീനിക്കുവാൻ കഴിവുള്ള തൻ്റെ എഴുത്തുകൾ, തൻ്റെ പുസ്തകങ്ങൾ ചൂടപ്പം പോലെ ലോകം മുഴുവനും വ്യാപരിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്രഞ്ച് തത്വചിന്തകനായ, നിരീക്ഷകനായ വോൾട്ടയർ എന്ന് പറയുന്ന മനുഷ്യൻ. തൻ്റെ അഹങ്കാരം അങ്ങ് വാനോളം എത്തുവാനിടയായി തീർന്നു. തനിക്ക് അഹങ്കാരം നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന് തൻ്റെ പുസ്തകങ്ങൾ ലോകത്തിലുള്ളവരെല്ലാവരും വാങ്ങിച്ചു കൂട്ടി വായിക്കുവാൻ വേണ്ടി തുടങ്ങി. അന്നേരം അഹങ്കാരത്തോടുകൂടെ തൻ്റെ കൊട്ടാര തുല്യമായ വീട്ടിലിരുന്നു കൊണ്ട് താൻ പറയുകയാണ്, അടുത്ത 100 വർഷങ്ങൾ കഴിയുമ്പോൾ ബൈബിൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ പുസ്തകം ഏതെങ്കിലും മ്യൂസിയത്തിൽ പോയാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നും അദ്ദേഹം അഹങ്കാരത്തോടുകൂടെ പറയുവാനിടയായി തീർന്നു. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ വോൾട്ടയർ മരിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? വോൾട്ടയർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വോൾട്ടയർ താമസിച്ചു കൊണ്ടിരുന്ന തൻ്റെ കൊട്ടാര തുല്യമായ വീട് ഓപ്ഷന് വിടുവാൻ, ലേലത്തിന് വയ്ക്കുവാനിടയായി തീർന്നു. അതാരാ വാങ്ങിയതെന്നറിയാമോ? ജനീവ ബൈബിൾ സൊസൈറ്റി അത് വാങ്ങിക്കുവാനിടയായി തീർന്നു. ഏത് വീട്ടിലിരുന്നിട്ടും 100 വർഷങ്ങൾ കഴിയുമ്പോൾ ബൈബിൾ മ്യൂസിയത്തിൽ ശേഷിക്കുമെന്ന് പറഞ്ഞ മനുഷ്യന്റെ വീട് ബൈബിളുകളെ കൊണ്ട് നിറയുവാനിടയായി തീർന്നു.
37 ഭാഷകളിൽ ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന പ്രിന്റിംഗ് ശാലയായി തീരുവാനിടയായി തീർന്നു. അവിടുന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ബൈബിളുകൾ, ലക്ഷോപലക്ഷം ബൈബിളുകൾ പ്രിന്റ് ചെയ്ത് കപ്പലിനകത്ത് കയറി ലോകത്തിന്റെ അറ്റത്തോളം വിതരണം ചെയ്യുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ദയനീയമായി, വളരെ ദാരുണമായി ഈ വോൾട്ടയർ അവസാനിക്കുവാനിടയായി തീർന്നു. ഇയാള് രോഗബാധിതനായി, ശരീരം മുഴുവനും ഒരു പ്രത്യേകമായ രോഗം ബാധിച്ച് അളിഞ്ഞു പുളിഞ്ഞ് നാറി. അവസാനം എന്താ, ആ മനുഷ്യനെ ചികിത്സിച്ച നേഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ്: യൂറോപ്പിലെ മുഴുവൻ സമ്പത്തുകൾ തരാമെന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ഒരു നിരീശ്വരനെയും ചികിത്സിക്കുവാൻ ഇനി എനിക്ക് ഒരിക്കലും സാധ്യമല്ല. തന്റെ ജന്മത്തെ ശപിച്ചു, തന്റെ മാതാവിനെയും പിതാവിനെയും ശപിച്ച്, അങ്ങനെ താൻ ശപിച്ച് താൻ ശപിക്കപ്പെട്ടവനായി ദാരുണമായ ഒരു അവസാനമാണ് തനിക്കുണ്ടായത്. പ്രിയപ്പെട്ടവരും, ദൈവവചനത്തിന് എന്തില്ല? ബന്ധനമില്ല. ഒരു വോൾട്ടയർ അല്ല, 1000 വോൾട്ടയർ ഭൂമിയിൽ ജനിച്ചെന്ന് പറഞ്ഞാലും അവരിങ്ങനെ ചന്ദ്രനെ നോക്കി കുരയ്ക്കുക എന്നുള്ളതല്ലാതെ, നമുക്കറിയാം നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഈ രാവാകുമ്പോൾ, ചന്ദ്രൻ ഉദിച്ചു കഴിയുമ്പോൾ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന നായ്ക്കൾ ഇങ്ങനെ കുരയ്ക്കാൻ വേണ്ടി തുടങ്ങും. കുരച്ച് 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 അവസാനം നായി തളർന്ന് നാക്ക് നീട്ടി വായ്ക്കകത്തുനിന്ന് ഈ വെള്ളവും തുപ്പലും ഒക്കെ വരുന്നതല്ലാതെ ചന്ദ്രൻ അങ്ങനെ തന്നെ തിളങ്ങി നിൽക്കുന്നത് പോലും, എത്രായിരം നായ്ക്കൾ ദൈവവചനത്തിനെതിരെ കുരച്ചാലും, എത്രായിരം കള്ളപ്രചാരകന്മാര് ദൈവവചനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും, നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും, ഇത് കള്ളപുസ്തകമാണെന്ന് പറഞ്ഞാലും, ഇത് തിരുത്തലുകളുള്ള പുസ്തകമാണെന്ന് പറഞ്ഞാലും, ഇത് മനുഷ്യരുടെ പുസ്തകമാണെന്ന് പറഞ്ഞാലും, ഇത് വെറും മത്തായി എഴുതിയതല്ലേ, ഇത് മർക്കോസ് എഴുതിയതല്ലേ, ഇത് ലൂക്കോസ് എഴുതിയതല്ലേ, ഇത് യോഹന്നാന്റെ പുസ്തകമല്ലേ, ഇതെങ്ങനെ ദൈവത്തിന്റെ വചനം ആകുമെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു ചെറിയ ഓളങ്ങളൊക്കെ വരുത്താൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് ഒരു നദിയിലും ശാന്തമായി കിടക്കുന്ന വിശാലമായ ഒരു തടാകത്തിലും ഒരു കല്ലെടുത്ത് ഇടുമ്പോൾ ഒരു ചെറിയ ഓളങ്ങളൊക്കെ ഉണ്ടാകും, അതിൻ്റെ അലയോലകളൊക്കെ ഉണ്ടാകും. ഈ കള്ളപ്രചാരകന്മാര് പ്രചരിപ്പിക്കുമ്പോൾ വലിയൊരു കൂട്ടം ജനങ്ങളെയൊക്കെ അത് സ്വാധീനിക്കുവാൻ, ഒരു ഓളം ഉണ്ടാക്കുവാൻ ഒക്കെ അതിന് സാധിക്കും. പക്ഷെ വീണ്ടും ആ ഓളങ്ങളെല്ലാം അടങ്ങും, ആ കല്ല് ആഴങ്ങളിലേക്ക് പോകും, വീണ്ടും നദി ശാന്തമായി അങ്ങനെ തന്നെ കിടക്കുമെന്നുള്ള കാര്യം പലരും മറന്നു പോകുകയാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾ വാളെടുക്കുക, ദൈവവചനത്തിന് വിരോധമായി യുദ്ധം ചെയ്യുവാൻ നിങ്ങളാൽ ആവോളം നിങ്ങൾ ചെയ്യുക. പക്ഷേ നിങ്ങൾ പരാജയപ്പെടും. ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ സഹോദര സഹോദരി നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പിന്നീട് ദൈവവചനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് റഷ്യൻ കമ്മ്യൂണിസമാണ്. 19-ാം നൂറ്റാണ്ടിൽ 50,000 ദൈവദാസന്മാരെയും 1000-ൽ പരം ചർച്ചുകളെയും നശിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസം റഷ്യയിൽ നീണാൽ വാഴുകയാണ്. കമ്മ്യൂണിസം കത്തിപ്പടർന്നു. അവസാനം യഹൂദനായി ജനിച്ച കാറൽ മാർക്സ്, എംഗൽസ് അവര് ദൈവത്തെ വിട്ടു. അവസാനം അവർ കമ്മ്യൂണിസത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായി മാറി. എന്നിട്ട് റഷ്യയിലെ മോസ്കോയിലെ ക്രെംലിൻ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നും ഈ അഹങ്കാരികൾ, ഈ വിഡ്ഢികളെ വിളിച്ചു പറഞ്ഞു. ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇവന്മാർ വിളിച്ചു പറഞ്ഞു. എന്താ ഇവന്മാർ വിളിച്ചു പറഞ്ഞു? കമ്മ്യൂണിസം നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അതവർ പറഞ്ഞോട്ടെ. പക്ഷെ ഇവന്മാര് പറഞ്ഞത് എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ നിന്നും ദൈവത്തെ ഞങ്ങൾ പുറത്താക്കിയെന്നും, ഇനി കമ്മ്യൂണിസം ലോകത്തെ വാഴുമെന്നും, കമ്മ്യൂണിസം ജയിക്കുമെന്നും. സ്വർഗത്തിൽ നിന്നും ദൈവത്തെ പുറത്താക്കുവാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കഴിയത്തില്ല, എത്ര ശക്തനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും. ഞാനും ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന് വേണ്ടി വിപ്ലവകാരികളായി മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ള ഒരാളാണ്. എന്താ സംഭവിച്ചത്? 70 വർഷം കഴിഞ്ഞില്ല, സ്വർഗത്തിലെ ദൈവം കമ്മ്യൂണിസത്തെ എന്ത് ചെയ്തു? റഷ്യയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുവാനിടയായി തീർന്നു. ദൈവന്മാരെ പോലെ പൂജിച്ചുകൊണ്ടിരുന്ന കാറൽ മാർക്സിന്റെയും ലെനിന്റെയും എംഗൽസിന്റെയും സ്റ്റാലിന്റെയും ഒക്കെ വലിയ പടുകൂറ്റൻ പ്രതിമകൾ റഷ്യയുടെ ഓരോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സ്ഥാപിച്ചിരുന്നു. അവരൊക്കെ ദൈവതുല്യരായിരുന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? അതെല്ലാം ജനങ്ങൾ തച്ചുടച്ച് കളയുവാൻ
നമ്മൾ ന്യൂസിൽ കണ്ടതാണ്, റഷ്യയിലെ ഒരു പ്രതിമ പോലും ശേഷിക്കാതെ വണ്ണം, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രതിമ പോലും ശേഷിക്കാതെ വണ്ണം എല്ലാം തച്ചുടച്ചു കളയുവാനിടയായി തീർന്നു. ഒരെണ്ണം പോലും ഇന്ന് ജീവനോടെ ഇല്ല. സ്വർഗത്തിൽ നിന്നും ദൈവത്തെ പുറത്താക്കാൻ വന്നിരിക്കുന്നു. വിഡ്ഢികളെ, മൂഢ, നീയൊക്കെ എന്ന് ബുദ്ധി പ്രാപിക്കും? ദൈവവചനത്തിനെതിരായി ആര് നിന്നാലും ദൈവം വെറുതെ വിടുകയില്ല. ദൈവവചനത്തിന് ബന്ധനമില്ല. പ്രിയപ്പെട്ടവരെ, നാം സേവിക്കുന്ന ദൈവം, നമ്മുടെ കൈകളിലിരിക്കുന്ന ബൈബിൾ എത്ര ശ്രേഷ്ഠമാണെന്നറിയാമോ? ഈ ദൈവത്തിന്റെ വചനത്തെ പോലും ഒരു വചനം ലോകത്തിൽ ഇല്ലേ ഇല്ല. എനിക്കും ഈ ഭാഗ്യം, ഒരു ഹിന്ദു തറവാട്ടിൽ ജനിച്ച്, എനിക്ക് ഹൈന്ദവനായി ജനിച്ച്, ഹൈന്ദവനായി ജീവിച്ച്, ഹൈന്ദവ മതത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് അവസാനം ഹിന്ദുവായി മരിച്ച് ചിതയിൽ അടക്കപ്പെട്ട്, ആരെങ്കിലും ആ ചിതാഭസ്മം എടുത്ത് ഒരു കുടത്തിനകത്ത് പട്ട് ഇട്ട് മൂടിക്കെട്ടി ആരെങ്കിലും അത് ഗംഗാ നദിയിൽ ഒഴുക്കിയാൽ മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ച ഒരു മനുഷ്യനാണ്. ഒരിക്കലും ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാൽ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. തിന്മയല്ലാതെ വിഗ്രഹങ്ങളെ പൂജിച്ച് ആൺ ദൈവങ്ങളെയും പെൺ ദൈവങ്ങളെയും പൂജകളും കർമ്മങ്ങളും ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ നടത്തി ദൈവമല്ലാത്തവയൊക്കെയും സേവിച്ച് മൂർത്തികളെ പൂജിച്ച് വിഗ്രഹാരാധികളായിരുന്ന, ഐഡിൽ വർഷിപ്പേഴ്സ് ആയിരുന്ന ഞങ്ങളെയും ദൈവം സ്നേഹിക്കുവാനിടയായി തീർന്നു. ആയിരങ്ങൾ പതിനായിരങ്ങൾക്ക് കിട്ടാത്ത ഉള്ള ഭാഗ്യം, ഈ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ, അനുഭവിക്കുവാനുള്ള ഭാഗ്യം അടിയങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെയും, ദൈവവചനത്തിന് ബന്ധനമില്ല. ദൈവവചനത്തിനെതിരെ എഴുന്നേറ്റ ഇരുമ്പ് സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യം വിചാരിച്ചു ക്രിസ്തു മാർഗത്തെ തുടച്ചു മാറ്റുവാൻ അവർക്ക് മാത്രമേ കഴിയും. അവർ വിചാരിച്ചു ലോകമുള്ളിടത്തോളം റോമൻ സാമ്രാജ്യം ഉണ്ടായിരിക്കും. കാരണം ഇരുമ്പ് യുഗമാണ്, ഇരുമ്പ് സാമ്രാജ്യമാണ്. ലോകമുള്ളിടത്തോളം അവർ കാണുമെന്നാണ് അവർ സ്വപ്നം കണ്ടതും അവർ പ്രഖ്യാപിച്ചത്, അവർ അഹങ്കരിച്ചതും. എന്നാൽ റോമാ സാമ്രാജ്യത്തെ ദൈവം തകർത്തെറിഞ്ഞു കളയുവാൻ ഇടയായി തീർന്നു. ഇതിനെതിരെ എഴുന്നേറ്റ സകലരെയും ദൈവം ന്യായം വിധിക്കുവാനിടയായി തീർന്നു. നോക്കണം, സാമ്രാജ്യങ്ങളെ ജയിച്ച്, ചക്രവർത്തിമാരെ ജയിച്ച്, രാജ്യങ്ങളെ താണ്ടി, ഭൂഖണ്ഡങ്ങളെ താണ്ടി ദൈവത്തിന്റെ വചനം യാത്ര ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെയാണ് ഏൽപ്പിച്ചത് ഈ സുവിശേഷത്തിന്റെ ദൗത്യം. ഭൂലോകത്തിലൊക്കെയും പോയി നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ആ 12 പേര് വേറെ 12 പേരോടല്ല പറഞ്ഞത്. നോക്കണം, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നും അതേ ഇസ്രായേലിൽ, യഹൂദിയിലും മാത്രമേ ഈ സുവിശേഷം ഒതുങ്ങണമായിരുന്നു. അല്ലെങ്കിൽ ആ ഇസ്രായേലിന്റെ പരിസര പ്രദേശത്തുള്ള ചെറിയ സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങണമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം, 12 പേരിൽ ഏൽപ്പിക്കപ്പെട്ട വചനം ഇന്ന് ലോകം മുഴുവനും കത്തിപ്പടരുവാൻ, അഫ്ഗാനിസ്ഥാനിലെത്തുവാൻ, ഇറാഖിലെത്തുവാൻ, ഇറാനിലെത്തുവാൻ, സ്തോത്രം, നോർത്ത് കൊറിയയിലെത്തുവാൻ, ഇന്നും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നോർത്ത് കൊറിയയിൽ അനേക വിശ്വാസികളുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുതും. ചൈനയിൽ നിന്നും കൊറിയൻ ഭാഷയിൽ അച്ചടിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് ബൈബിളാണ് നോർത്ത് കൊറിയയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതും. അതേ, നോർത്ത് കൊറിയയ്ക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു വലിയ നദിയുണ്ട്. ആ നദിയുടെ അടിയിലൂടെ അണ്ടർ ഡൈവിങ് ചെയ്തും വാട്ടർ പ്രൂഫ് ബൈബിളുകൾ നോക്കണം സ്മഗിള് ചെയ്യുന്ന, അവരുടെ ജീവൻ പണയം വെച്ച് പലരും പിടിക്കപ്പെട്ടും, അവർ വധിക്കപ്പെട്ടും, പിടിക്കപ്പെട്ട പലരെയും അതിക്രൂരമായി ജയിലിലിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും തടയുവാൻ കഴിയുന്നില്ല. ചൈനയിൽ നിന്നും പ്രിന്റ് ചെയ്ത കൊറിയൻ ബൈബിളുകൾ, നൂറുകണക്കിന് ബൈബിളുകൾ നോർത്ത് കൊറിയയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മരിക്കുവാൻ തയ്യാറായി അനേകർ അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചു, ദൈവവചനത്തിന് ബന്ധനമില്ല. പ്രിയപ്പെട്ടവരെയും, ദൈവത്തിൻ്റെ വചനം നശിപ്പിക്കുവാൻ ആര് ശ്രമിച്ചാലും അവര് നശിച്ചു പോകുന്നതല്ലാതെ ഒരിക്കലും ദൈവവചനം നശിക്കുന്നില്ല. ഈ വചനം എത്രയോ ശ്രേഷ്ഠമാണ്. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് കേൾക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനാണ്. ഇത് വിശ്വസിക്കുന്നത് എത്രയോ ഭാഗ്യമാണ്. ഇത് വായിക്കുന്നത് എത്രയോ ഭാഗ്യമാണ്. ഇത് കേൾക്കുന്നത് എത്രയോ ഭാഗ്യമാണ്. ഇത് അനുസരിക്കുന്നത് എത്രയോ ഭാഗ്യമാണ്. ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻ.
പ്രിയപ്പെട്ടവരെ, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നാലും, ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയായിരുന്നാലും, നിങ്ങൾ മുസൽമാനായിരിക്കാം, ഹിന്ദു ആയിരിക്കാം, നിങ്ങൾ ക്രിസ്ത്യാനി ആയിരിക്കാം, ജൈനനോ ബുദ്ധനോ സിഖോ പാർസിയോ ആരോ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ്, ഏകനാമമാണ് യേശു ക്രിസ്തു എന്ന നാമം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ശാപങ്ങൾ മാറും, നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ 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 അനവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനിടയായി തീരും, നിങ്ങൾ നീതിമാനായി തീരുവാനിടയായി തീരും, നിങ്ങൾക്ക് വിശുദ്ധരായി തീരുവാനിടയായി തീരും, നിങ്ങൾക്ക് വിശുദ്ധനായ ദൈവത്തെ കാണുവാനുള്ള ഭാഗ്യം ലഭിക്കും, ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെടുവാനിടയായി തീരും, സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരും. നമുക്ക് ഈ സന്ദേശം മുറുകെ പിടിക്കാം. എത്ര പ്രതികൂലം വന്നാലും, എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര പോരാട്ടങ്ങൾ വന്നാലും, എത്ര പീഡകൾ നമ്മുടെ മുമ്പിൽ വന്നാലും, ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ ഈ ബൈബിൾ, ഈ വചനം നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ നമുക്കെല്ലാവർക്കും സർവകൃപാലുവായ ദൈവം കൃപ നൽകട്ടെ എന്ന ഈ സന്ദേശത്തിലൂടെ ഇന്നത്തെയും ഈ സന്ദേശം അവസാനിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.